തകതിമിതോം തകതിമിതോം തരികിട തരികിട തകതിമിതോം. അത് പല്ലവിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനടുത്ത വരികൾ മലയാളിത്വവും വേണം, അതിന് മാച്ചാവുന്ന ലിപ്പും വേണം. ആ പാട്ടുകൾക്ക് പ്രാസം വേണം, ആ പാട്ടുകളുടെ ചേർച്ച നോക്കണം. അനുപല്ലവി ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ സിനിമയിലെ പാട്ട് തുഴച്ച് നമ്മുടെ മനസ്സിനുള്ളിൽ കയറത്തുള്ളൂ. പാട്ടിൻ്റെ ലിറിക്സ് നല്ലതല്ലെങ്കിൽ നമ്മളത് വിജയിപ്പിക്കുന്നത് പാടാം. കേരളത്തിൽ ആദ്യമായിട്ടൊരു സിനിമയുടെ പരസ്യം ബസ്സിൻ്റെ പിറകിലും സൈഡിലും കൊടുത്തത് ആര്യയാണ്. പ്രിയദർശൻ ചേട്ടനെ വെച്ചിട്ട് ഒരു ആഡ് ഇത് ചെയ്തു. ഞാൻ ആര്യ സിനിമ കണ്ടു, ആ പയ്യൻ മിടുക്കനാണ്, പ്രിയൻ ചേട്ടനെ ഷൂട്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടു. യൂത്ത്, അതായത് ഈ അല്ലു അർജുൻ എന്നുള്ളൊരു പയ്യനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ കിഡ്സിലാണ് ഞാൻ കോൺസെൻട്രേഷൻ കൊടുത്തത്. അങ്ങനെ 2 ലക്ഷത്തോളം രൂപയുടെ നെയിം സ്ലിപ്പ്, എനിക്ക് തോന്നുന്നു എന്തോളം ബോക്സാണ് വന്നതെന്നുണ്ട്, അത്രയും അടിച്ചിട്ട് കേരള മൊത്തം സ്കൂളുകൾക്ക് നെയിം സ്ലിപ്പ് കൊടുത്തു. ഹാപ്പി എന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ അല്ലു അർജുന് ഫാൻസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് മുൻനിര നടന്മാർക്ക് മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറൊരു നടന് ഫാൻസ് അസോസിയേഷൻ ഇല്ല. മറ്റു മുൻനിരയിലുള്ള യങ്സ്റ്റേഴ്സ് അവർക്ക് വളരെയധികം നിരാശ തോന്നിയിട്ടുണ്ട്. അല്ലു അർജുനെ ബൂസ്റ്റ് ചെയ്യുന്നത് അവർക്ക് താല്പര്യം വന്നിട്ടില്ലായിരുന്നു. അന്ന് എവിടെയൊക്കെയോ സംസാരം വന്നായിട്ട് ഞാൻ കേട്ടു. പുതിയ സിനിമ ആര്യ എന്ന ഒരു പുതിയ സിനിമ റിലീസാകുന്നത്. ഞാൻ തിയേറ്ററിൽ പോയി മാറ്റിനി കാണുകയാണ്. മാറ്റിനി കണ്ടപ്പോൾ എന്നെ ഇമ്പ്രസ് ചെയ്തു ആ ഹീറോ. കാരണം നമ്മുടെ മനസ്സിൽ സിനിമ എന്ന് ഭ്രാന്തമായ സിനിമ ആഗ്രഹങ്ങളുമായിട്ടാണ് ഞാനൊക്കെ ചെന്നിൽ വളരെ യങ് ഏജ് മുതൽ, ഒരു 14 വയസ്സ് മുതൽ ഞാൻ സിനിമ ഭ്രാന്തരാണ്. എന്ന് വെച്ചാൽ സിനിമയിൽ അസിസ്റ്റൻ്റ് ആവണം, സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭ്രാന്തമായ ഒരു കൊച്ചു ചെറുപ്പക്കാരനോ പയ്യനോ എങ്ങനെ വേണം വിശേഷിപ്പിക്കാം. അപ്പോൾ ആ ഡയറക്ഷനല്ല, എനിക്ക് പ്രൊഡക്ഷനിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പ്രൊഡക്ഷനിൽ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. എന്നെക്കൊണ്ട് ഡയറക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു, അത് പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണങ്ങൾ പലതും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് സംഭവിച്ചു. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ, ചില യാദർച്ഛിക നിമിഷങ്ങളിൽ വരുന്ന സക്സസ് ആണ്. 99% നമ്മൾ ട്രൈ ചെയ്യണം, 1% ഗോഡ്സ് വിൽ. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ സിനിമ, തെലുങ്ക് സിനിമ കണ്ടിറങ്ങി തിരിച്ച് വീണ്ടും ഒന്നും കൂടി കാണാൻ കയറുകയാണ് അല്ലു അർജുൻ്റെ സിനിമ. എന്നെ ആ സിനിമ പിടിച്ച് വലിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒന്നും കൂടി കാണാൻ കയറുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ പശു കഴിഞ്ഞു, ഒരു 9-9:30 മണിയായിരിക്കും. അന്ന് എനിക്ക് തോന്നുന്നു സൺഡേ ആണെന്ന് തോന്നുന്നു. സൺഡേയോ സാറ്റർഡേയോ സൺഡേ ആണ്. ഞാനപ്പം ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഒരു ഫ്രണ്ട്, തെലുങ്കിലെ ഒരു പയ്യനുണ്ട്, എൻ്റെ പയ്യനെ ഞാൻ വിളിക്കുന്ന എൻ്റെ ഒരു അനിയനെ പോലെയുള്ള ഒരു പയ്യനുണ്ട്. ഒരു 9-9:30 മണിയായിരിക്കും. ഞാൻ ഉടനെ എൻ്റെ പയ്യൻ്റെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ആര്യയുടെ പ്രൊഡ്യൂസറിനെ ഒന്ന് കാണണം. അപ്പോൾ അയാളും തുടക്കക്കാരനാണ്, ദിൽരാജു, ഇന്നത്തെ ലീഡിങ് പ്രൊഡ്യൂസറാണ്, വലിയ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ ദിൽരാജുവിനെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അദ്ദേഹം പയ്യൻ പോയിട്ട് എൻ്റെ അടുക്ക് പറഞ്ഞു, നോക്കാം സാർ, നാളെ രാവിലെ കാണാം. എനിക്കൊന്ന് സാറ്റർഡേയോ സൺഡേയോ. അങ്ങനെ 1 ഡേ വെയിറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ പുള്ളിയുടെ തന്നെ ദില്ലെന്ന്, അതായത് ദില്ലെന്ന് പറയുന്ന ദിൽരാജു ആയത്, ദില്ലെന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ആയതിൻ്റെ പേരിലാണ് അവിടുത്തെ ദിൽരാജു ആയത്. അപ്പോൾ അയാളപ്പോൾ കാണുന്നു. അയാൾ പറയുന്നു, അയ്യോ റൈറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു വില ഫിക്സ് ചെയ്യുന്നു. അയാൾ പറഞ്ഞു എഗ്രിമെൻ്റൊക്കെ റെഡി, എക്സിക്യൂട്ട് ചെയ്തു. എഗ്രിമെൻ്റ് എല്ലാം റെഡിയായി, ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ കണ്ടൻറ്റ്, അതായത് മെറ്റീരിയൽ, വിഷ്വൽ കണ്ടൻറ്റ് തന്നു, അതിൻ്റെ ട്രാക്കും മറ്റുമൊക്കെ തന്നു. പക്ഷേ മ്യൂസിക് കണ്ടൻറ്റ് ഇന്നത്തെ DSP ദേവിശ്രീ പ്രസാദ്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, അയാൾ കൊടുക്കുകയല്ല. ഇത് മാസങ്ങളെടുത്തു. ആൾ പറഞ്ഞു മേടിക്കാൻ നോക്കാമെന്നൊക്കെ വിളിച്ച് പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ കൊടുക്കാൻ തരാമെന്ന് പറയണമല്ലാതെ പുള്ളി തരികയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് എന്ന് വെളിവിടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി തവണ അത് പിന്നെ അവസാനം ഈ ദിൽരാജു തന്നെ വലിയ ബുദ്ധിമുട്ടായി.
അദ്ദേഹത്തിനും ബുദ്ധിമുട്ടായി, എനിക്കും ബുദ്ധിമുട്ടായി. പിന്നെ ഇയാളുടെ ഒരു ബ്രദറുണ്ട്, സാഗർ എന്നാ, നല്ലൊരു പാട്ടുകാരനാണ്. നല്ല ഈ ആര്യയിൽ തന്നെ ഒരു സോങ്ങും പാടിയിട്ടുണ്ട്, അതായത് DSPയുടെ അനിയൻ. ആ പുള്ളി ഞാൻ കോണ്ടാക്ട് ചെയ്തു. അയാൾ നന്നായി, ഇവരെല്ലാം നന്നായിട്ട് തമിഴ് സംസാരിക്കും. അപ്പം തമിഴിൽ പറഞ്ഞു, ഇതുപോലെ സാർ ഇന്ന പ്രശ്നമാണോ, എന്നാ സ്വന്ന മുടിയല്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളിയെ വീണ്ടും പ്രസ് ചെയ്തു. അങ്ങനെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ DSP ട്രാക്ക് തരുന്നത്, CD തരുന്നത്. CD-യിലാണ് അന്ന് കോപ്പി ചെയ്ത് തന്നത്. അങ്ങനെ അതിനെയും കൊണ്ട് ഓടി കേരളത്തേക്ക് വന്നു. അത് പാട്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ഡബ്ബിങ്ങൊക്കെ ഏകദേശം ഞാൻ തീർത്തു വെച്ചു. ഡബ്ബിങ് തീർത്തു, പാട്ട് എഴുതിയത് നമ്മുടെ രാജീവ് ആലുങ്കൽ തുടക്കക്കാരനാണ്. രാജീവ് ആലുങ്കലിൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നല്ലൊരു ചെറുപ്പക്കാരനായ പയ്യൻ വേണം, ഇരുത്തം വരണം, ക്ഷമ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ജോണി സാഗരിക ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതാണ് ഈ ആളെ, രാജു ആലുങ്കൽ വന്നു. സോങ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്തു. സഞ്ജീവ് ലാൽ എന്ന് പറയുന്ന എൻ്റെ മ്യൂസിക് സുഹൃത്ത്, ആളാണ് ആ പാട്ടുകളെല്ലാം ചെയ്തത്. ആളെയും വിളിച്ചു വെച്ച് ഞങ്ങൾ 3-4 പേരിരുന്ന് ഡിസ്കസ് ചെയ്ത് ഈ പാട്ടുകളെല്ലാം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരികളെല്ലാം ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ പുള്ളിയെ കൊണ്ട് എഴുതിപ്പിച്ചു. ആദ്യം എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചിരുന്നാൽ ആദ്യം പല്ലവി എഴുതിപ്പിക്കും. ആദ്യം ഒരു വരി, തുടക്കത്തിലുള്ള വരിക്ക് ഉള്ള ഒരു പ്രാധാന്യം എന്തെന്ന് നോക്കും. ഒരു വരി നന്നായാൽ മാത്രം, ഇപ്പം ആ സിനിമയിൽ ഏതെങ്കിലും ഒരു വരി എടുത്തു നോക്കും. ഇപ്പം അല്ലു അർജുൻ്റെ തകതിമിതോം തരികിട തകതിമിതോം, ആ പാട്ടിൻ്റെ ഈണത്തിൽ അത് പല്ലവിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനടുത്ത വരികൾ മലയാളിത്വവും വേണം, അതിന് മാച്ചാവുന്ന ലിപ്പും വേണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് ആ പാട്ടുകൾക്ക് പ്രാസം വേണം, ആ പാട്ടുകളുടെ ചേർച്ച നോക്കണം, പാട്ടുകളുടെ വരികളിലുണ്ടാവുന്ന വാക്കുകളുടെ ചേർച്ച നോക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളൊരു പാട്ടിൻ്റെ ആ ഒരു ബേസ് ലൈൻ നോക്കുന്നത്. പല്ലവിയിൽ അനുപല്ലവി ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ സിനിമയിലെ പാട്ട് തുഴച്ച് നമ്മുടെ മനസ്സിനുള്ളിൽ കയറത്തുള്ളൂ. വിഷ്വൽ ഇമ്പാക്റ്റ് എത്ര നല്ലതാണെങ്കിലും പാട്ട് നല്ലതല്ലെങ്കിൽ, പാട്ടിൻ്റെ ലിറിക്സ് നല്ലതല്ലെങ്കിൽ നമ്മളത് വിജയിപ്പിക്കുന്നത് പാടാം. അപ്പോൾ ഈ ഒരു ഉത്ബോധം എൻ്റെ കൊച്ചുനാൾ മുതൽ സിനിമയിൽ വരണമെന്നും അത് മുൻനിരയിൽ വരണമെന്നും ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഇതെല്ലാം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ പ്രാവർത്തികമാക്കാൻ ഇവരെ എല്ലാം പ്രേരിപ്പിച്ചു, നല്ല വരികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ആര്യയിലെ പാട്ടുകളൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞു, മിക്സിങ് കഴിഞ്ഞു, DTSും ചെയ്തു. പടം DTSും ചെയ്തു. DTS ചെയ്തിട്ടാണ് പിന്നെ നോക്കുന്നത്, ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററുകാർ കളിക്കണ്ടേ, അതിനു മുമ്പ് ഇതെന്തൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വന്നിട്ട് വ്യത്യസ്തമായില്ല എങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ സിനിമ റീച്ച് ആവില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആദ്യം ഞാൻ സമീപിച്ചത് ഈ പാട്ട് ഹിറ്റാക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ ഉപരി ഹീറോയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യും. അപ്പം ഞാൻ ചിന്തിച്ചു, ഹീറോയ്ക്ക് സെപ്പറേറ്റ് ഒരു സോങ് ഉണ്ടാക്കാം. അങ്ങനെ ആര്യ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടാക്കിച്ചു. അതിൻ്റെ ലിറിക്സ് തന്നെ അതൊരു കുസൃതി ലിറിക്സ് ആയിരുന്നു. ആ പടത്തിൽ തന്നെ വിഷ്വൽ ഷോട്ടുകളാണ് ഇട്ടതെങ്കിലും ഒരു വ്യത്യസ്തമായ, മലയാളികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ഇങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞ് ഒരു ട്രailer സോങ് അത് ചെയ്യിപ്പിച്ചിട്ട്, അത് അന്ന് ACVയും ACV തന്നെയാണ്, ACVയുടെ തുടക്കമാണ്. ACVയിലേക്ക് കയറ്റിവിട്ടു, ജസ്റ്റ് ലോഞ്ച്. എൻ്റെ വിശ്വാസം ശരിയാണ്, ജസ്റ്റ് ACV അന്ന് ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ എന്നുള്ള ലോഞ്ചായിരുന്നു, അതിലേക്ക് കയറ്റിവിട്ടു. അപ്പോൾ അവർ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതിലേത് സോങ്, തകതിമിതവും വിട്ടു, ഇതിലേത് സോങ് വന്നാലും എവിടെ ചാർട്ട് ചെയ്താലും കേരളം മൊത്തം ഈ സോങ് പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അതിനുള്ള ഒരു ഓപ്ഷൻ കാശ് ചോദിച്ചു. ഞാൻ റെഡി. നമ്മൾ ആനയെ മേടിച്ചാൽ പോരല്ലോ, ആനത്തോട്ടിയും കൂടെ മേടിക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ പരസ്യത്തിനെ കണ്ടത്.
അങ്ങനെ അവരെ കാശ് കൊടുത്തു. കേരളത്തിലെ ഏത് ജില്ലയിലും ഏത് സിറ്റിയിലും എവിടെ പോയിട്ട് ഈ സോങ് എടുത്തിട്ട് ഒരു സോങ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സോങ് നമ്മൾ വേറൊരെണ്ണം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കയറി വരും. അത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയറാണ്. ഞാൻ തന്നെ അതപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിരുന്നാൽ ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയായിരുന്നു ഞാൻ ആ പാട്ട്. ഇന്നും ആ ടെക്നിക്കൽ പിന്നെയും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഹാപ്പി എന്നുള്ള ചിത്രത്തിന് വേണ്ടി ഞാൻ ആ പാട്ട് ചെയ്തിട്ടുണ്ട്, ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെയിലേക്ക്. അത് ഹൈയേറ്റീവ് എന്നുള്ള സോങ്ങാണ്. ആ പാട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പറയുന്നത് നമ്മളെക്കൊണ്ട് ഒത്തിരി ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം AR റഹ്മാൻ തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹം ചെയ്യുന്നൊരു പാട്ട് മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ എന്നുള്ള പാട്ട്, അത് മുസ്തഫ 2 പ്രാവശ്യം വരുമ്പോഴാണ് നമ്മുടെ തലയിലേക്ക് ആ ചെവിയിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ ഏത് കാര്യം വേണമെങ്കിലും 2-3 പ്രാവശ്യം അത് ബൂസ്റ്റ് ചെയ്ത് കയറ്റി നമ്മളെ ഇതിലേക്ക് മനസ്സിലാക്കി വിട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് താളം തുള്ളും. അപ്പോൾ അതുപോലെയാണ് സൈക്കോളജിക്കലി ആ സിനിമയെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ആര്യ എന്ന ഒത്തിരി കാര്യം ഞാൻ ചെയ്തു ആര്യയ്ക്ക് വേണ്ടി. ഇതൊന്നുമല്ല, കേരളത്തിൽ ആദ്യമായിട്ടൊരു സിനിമയുടെ പരസ്യം ബസ്സിൻ്റെ പിറകിൽ കൊടുത്തത്, ബസ്സിൻ്റെ പിറകിലും സൈഡിലും കൊടുത്തത് ആര്യയാണ്. അങ്ങനെയുള്ള മാർക്കറ്റിംഗ് തന്ത്രം. അതിനേക്കാൾ ഉപരി പ്രിയദർശൻ ചേട്ടനെ വെച്ചിട്ട് ഒരു ആഡ് ഇത് ചെയ്തു, ബെയ്റ്റ് ചെയ്തു. ആ ബെയ്റ്റിൽ സോങ്സും വിഷ്വലും ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ ആര്യ സിനിമ കണ്ടു. ആ പയ്യൻ മിടുക്കനാണ്, അവൻ ഇന്ന പോലെയുള്ള സ്മാർട്ടായിട്ടുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ ചേട്ടനെ ഷൂട്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടു. കുറേ ഇതൊന്നുമല്ല, വേറെ എന്തൊക്കെയോ കാര്യം. നെയിം സ്ലിപ്പ്, ആര്യ എന്ന സിനിമയുടെ നെയിം സ്ലിപ്പ് യൂത്ത്, അതായത് ഈ അല്ലു അർജുൻ എന്നുള്ളൊരു പയ്യനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ കിഡ്സിലാണ് ഞാൻ കോൺസെൻട്രേഷൻ കൊടുത്തത്. കിഡ്സിൽ പിടിച്ചിട്ട് കിഡ്സിൽ എന്തടങ്ങുമെന്ന് ചോദിച്ചു. അങ്ങനെ 2 ലക്ഷത്തോളം രൂപയുടെ നെയിം സ്ലിപ്പ്, എനിക്ക് തോന്നുന്നു എന്തോളം ഇത് വന്നെന്നറിയോ, എന്തോളം കെട്ട് ബോക്സാണ് വന്നതെന്നറിയോ, അത്രയും അടിച്ചിട്ട് കേരള മൊത്തം സ്കൂളുകൾക്ക് നെയിം സ്ലിപ്പ് കൊടുത്തു. അതിനെ കൊടുത്തയച്ചു. എന്നിട്ട് ഈ പാട്ടിനെ ഹൈലൈറ്റ് ചെയ്ത് വിട്ടു. അങ്ങനെയാണ് ആര്യ അല്ലു അർജുൻ എന്നുള്ള നടൻ കേരളത്തിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ, അന്നത്തെ കുട്ടികൾ ഇന്ന് വലിയ ആൾക്കാരാണ്, അന്നത്തെ 10 വയസ്സുകാരൻ ഇന്ന് 40-30 വയസ്സുകാരനാണ്. അന്ന് 20 വർഷം കഴിഞ്ഞു. 1993-94 2004 2004 അന്ന് ഉള്ളവൻ ഇന്ന് 32 വയസ്സിന് മുകളിലായി. 12 വയസ്സുകാരനാവാം, അന്ന് 7 വയസ്സുകാരനാണ്. അന്ന് പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചതിൽ ഒരു ഭാഗമാണ്. അങ്ങനെ ആര്യ റിലീസ് ചെയ്തു, മെച്ചപ്പെട്ട് വിജയിച്ചു. അതിനുശേഷമാണ് രണ്ടാമത് അല്ലു അർജുൻ്റെ തന്നെ ഹാപ്പി. ഇതിനിടയിൽ പിന്നെ ഒരു ചിത്രം ചെയ്തു, ഹാപ്പി സിനിമ എടുത്തു. ഹാപ്പി എടുക്കുമ്പോഴും ഇതുപോലെ വേറൊരു ഫോർമുല ചെയ്തു. ഹാപ്പി എന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ അല്ലു അർജുന് ഫാൻസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതൊരു വലിയ ഡിസിഷനായിരുന്നു. അന്ന് മുൻനിര നടന്മാർക്ക് മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറൊരു നടന് ഫാൻസ് അസോസിയേഷൻ ഇല്ല. ആ സമയത്താണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്, അങ്ങനെ ഒരു നടന്മാർക്ക് ആർക്കും ഫാൻസ് അസോസിയേഷൻ ഇല്ല. ഇവർ 2 പേരേ ഉള്ളൂ. അങ്ങനെ ഇവർക്ക് ഒരു പാരലലായിട്ടല്ലാതെ നമ്മളൊരു ഫാൻസ് അസോസിയേഷന് ഫോം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഈ ഫാൻസ് അസോസിയേഷൻ എങ്ങനെ ഫോം ചെയ്യും? ആരാ ഉള്ളത്? ഒരു തെലുങ്ക് നടൻ ഇവിടെ ആരാധിക്കുക? ഇവൻ സ്റ്റഡിയാണോ സ്ഥായിയാണോ? സ്ഥായി രൂപമല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മാനേജർ താബിദ് എന്നുള്ള പയ്യൻ മാനേജറെ നമ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ, ഈ അല്ലു അർജുൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഫോം ചെയ്തു. അത് വനിതയിലും നാനയിലും വെള്ളി നക്ഷത്രത്തിലും മറ്റു ചെറിയ മാഗസിനും മംഗളത്തിലുമൊക്കെ ബാക്ക് പേജും ഇന്നർ പേജിലും ഒക്കെ ആഡ് കൊടുത്തു. ഇറ്റ്സ് പാർട്ട് ഓഫ് അല്ലു അർജുൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ വളർച്ചയ്ക്ക് പ്രേരണയായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഘടകങ്ങളാണ്. 100% ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഘടകമാണ്. ഇത് ഞാനന്ന് ഫോം ചെയ്തപ്പോഴാണ് യഥാർത്ഥം പറഞ്ഞാൽ മറ്റു മുൻനിരയിലുള്ള യങ്സ്റ്റേഴ്സ് 1-2 പേരേ ഉള്ളൂ തോന്നുന്നു,
അവർക്ക് വളരെയധികം നിരാശ തോന്നിയിട്ടുണ്ട്. അല്ലു അർജുനെ ബൂസ്റ്റ് ചെയ്യുന്നത് അവർക്ക് താല്പര്യം വന്നിട്ടില്ലായിരുന്നു. അന്ന് എവിടെയൊക്കെയോ സംസാരം വന്നതായിട്ട് ഞാൻ കേട്ടു. ബട്ട് ഞാൻ ബോധേഡായില്ല. അല്ലു അർജുൻ എന്നുള്ളൊരു നടനെ ഞാൻ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊരു നിമിത്തമായിരിക്കാം. പക്ഷെ അല്ലു അർജുനെ പോലെ ഒരു നടനെ വളർത്താൻ ഒത്തിരി ഘടകങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ താബിത് മൊത്തത്തിൽ അതിൻ്റെ ചുമതല എടുത്തു. ഒരു ഹോട്ടൽ റൂമിലെങ്ങാനോ ഞാൻ തന്നെ ബുക്ക് ചെയ്ത് കൊടുത്ത ഹോട്ടൽ റൂമിൽ ഇവരെ എല്ലാം സംഘടിപ്പിച്ചു. ഇവരെല്ലാം മീറ്റ് ചെയ്തു. അന്ന് പോയിട്ട് ഫാൻസ് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ കുറേ ഭാഗങ്ങളിലുള്ള പയ്യന്മാർ വന്നു. പിന്നെ നെടുമങ്ങാടുള്ള ആ പരിസരത്തുള്ള ഒരു പയ്യൻ ബിജിത്താണെന്ന് തോന്നുന്നു. ഇന്ന് അവൻ ഓസ്ട്രേലിയയിലാണ്, UN-ലെങ്ങാനോ ജോലി ചെയ്യുന്നത്. ഓസ്ട്രേലിയ ജോലി ചെയ്യുന്ന ആളെ വിളിച്ചു. അയാളെ പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ ഇങ്ങനെ ചുമതലപ്പെടുത്തി അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും ചെയ്യിപ്പിച്ചു. ഇതൊക്കെ തുടക്ക സമയത്ത് ഉണ്ടായതാണ്. അതിനടുത്തപടി ഹാപ്പി എന്നുള്ള പടത്തിൻ്റെ ഫാൻസ് അസോസിയേഷന് ഒരു 3D കാർഡ്, അസോസിയേഷൻ്റെ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചു. പിന്നെ മറ്റ് പോസ്റ്റേഴ്സ്, സ്റ്റിക്കർ. അന്ന് വലിയ സിനിമകൾക്ക് മാത്രമേ സ്റ്റിക്കർ അടിക്കത്തുള്ളൂ. ഓട്ടോയുടെ ബാക്കിലും വീടുകളിലും മറ്റെല്ലാം ഇവർ അല്ലു അർജുൻ്റെ താഴ്ഭാഗത്ത് അല്ലു അർജുൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ടിട്ട് മുകൾ ഭാഗങ്ങളിൽ സ്റ്റിക്കർ എടുത്ത് വെച്ചിട്ട് സ്റ്റിക്കറിൻ്റെ അല്ലു അർജുൻ വരുന്നത് പോലെ, അതായത് ഹാപ്പിയുടെ ഒരു പോസ്റ്ററുണ്ട്, ഒരു 8-10 പ്രതിബിംബങ്ങൾ പിറകിലോട്ട് നിൽക്കുന്നത് പോലുള്ള 3D എഫക്റ്റ് ഉപയോഗിക്കുന്ന അത് വെച്ച് എല്ലാം ചെയ്യിപ്പിച്ചു. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു 32 ഷീറ്റോ വരുന്ന 6 ഷീറ്റല്ല 8 ഷീറ്റോ 12 ഷീറ്റോ എന്തോ ആ രീതിയിലുള്ള വലിയ ഷീറ്റ്, ഒരു മതിൽ മൊത്തം ഒട്ടിക്കാൻ പറ്റുന്ന വലിയൊരു ഷീറ്റ് അടിച്ചു. അങ്ങനെ അതിനൊരു ഇംപ്രഷൻ കൊടുത്തു. അത് ആരും അങ്ങനെ അതായത് ഒരു നായകൻ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നായകന് കിട്ടാത്ത തരത്തിലുള്ള ഒരു വലിയൊരു ഇംപ്രഷൻ. കാരണം അന്ന് ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു 6 ഷീറ്റ് കാണാം. ഇത് 4 6 ഷീറ്റ് ഒന്നിച്ച് ചേരുന്ന വലിയൊരു, അത് ഞാൻ തെലുങ്കിലൊക്കെ കണ്ടിട്ടുള്ളൂ. അത് ചെയ്യിപ്പിച്ചു, പ്രിൻ്റ് അടിപ്പിച്ചു. എന്നിട്ട് അത് ഒട്ടിക്കാൻ അതെത്ര വെറും 300-500 പീസാണ് അന്ന് അടിച്ചത്. പക്ഷെ ഒട്ടിക്കാൻ എന്നല്ലേ ഫ്ലെക്സ് വന്നത്, അന്ന് ഫ്ലെക്സ് ഇല്ലല്ലോ. അപ്പോൾ അന്ന് അത് ഒട്ടിക്കാൻ വളരെ പരിമിതമായ മതിലേ കിട്ടത്തുള്ളൂ. ഇത് തേടി പിടിച്ച് ഒട്ടിച്ച് ജനങ്ങളെ ഇമ്പ്രസ് ചെയ്തു. കാരണം ഈ ഇവൻ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ധ്വനിയായിട്ട് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ക്യാപ്ഷനും നല്ലൊരു ക്യാപ്ഷനും കൊടുത്തിട്ട് ഇത് ചെയ്തപ്പോൾ അത് ജനങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് മാർക്കബിളായി. പിന്നെ ഇത് കൂടാതെ ഈ ഹാപ്പി എന്നുള്ള ടൈറ്റിൽ ഞാൻ സാധാരണ ടൈറ്റിൽ നിന്നും മാറ്റി ചെയ്തു. ആദ്യം ആഡ് കൊടുക്കുമ്പോൾ ഈ ഹാപ്പി എന്നുള്ള ഇവനെ പിടിച്ച് ഈ ഹാപ്പിയിലെ ഈ ഗോപൻ എന്നാണ് എൻ്റെ ഡിസൈനർ പേര്. സാധാരണ അവൻ ചെയ്യുന്നത് ഒരു പേരിടിക്കും, ഒരു ലോഗോ വയ്ക്കും, ഒരാളുടെ പ്രതിരൂപം ഒരാളുടെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ചിറക്കും. ഞാൻ പറഞ്ഞത് അത് പറ്റിയല്ല. നീ ഈ ഫോട്ടോയിൽ മിനിമം ഈ ഹാപ്പി എന്നുള്ളതിൽ ഒരു 10-12 ഫിഗർ വരണം. അവൻ പറഞ്ഞ് എന്തിന്? അവൻ ഇവൻ്റെ നോട്ടിയായിട്ടുള്ള എല്ലാ ഫിഗറും ഇതിനകത്തേക്ക് നീ കൊണ്ടുവരണം. അവൻ പറഞ്ഞു ഇത് കട്ട് ചെയ്യാൻ സമയമെടുക്കും. കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ നിങ്ങൾ ഹാപ്പിയുടെ ലോഗോ കണ്ടാൽ പിടികിട്ടും. അവിടെ അല്ലു അർജുൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നു, അല്ലു അർജുൻ ജമ്പ് ചെയ്ത് നിൽക്കുന്നു, അല്ലു അർജുൻ ഒരു ആക്സെൻറ്റ് വേറെ രീതിയിൽ നിൽക്കുന്നു. ഈ ഫിഗറിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാപ്പി. അപ്പോൾ ഹാപ്പി തെലുങ്കിൽ പരാജയമാണ്. ഞാൻ അതിന് താഴെ ഒരു ക്യാപ്ഷനും കൊടുത്തു, ബി ഹാപ്പി. അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹാപ്പിയെ കൊണ്ടുവന്നത്. അങ്ങനെ ഹാപ്പി വന്നപ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി കയറി അങ്ങ് കൊളുത്തി. അതിന് മുമ്പ് വേറൊരു സോങ് ഐ ഹേറ്റ് യു എന്നുള്ളൊരു സോങ് ഉണ്ടായിരുന്നു. ഈ ഐ ഹേറ്റ് യു സോങ്ങിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള പൊടികൈകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഐ ഹേറ്റ് യു ഹിറ്റായി എന്ന് വെച്ചാൽ കുട്ടികൾക്ക്, എസ്പെഷ്യലി കൊച്ചു കുട്ടികൾക്ക്, ഒരു 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഹരമാകുന്ന തരത്തിലേക്ക് ആ സോങ്ങിനെ ഹൈലൈറ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഹാപ്പി അക്കാലത്ത് തെലുങ്കിൽ പരാജയപ്പെട്ട പടം മലയാളത്തിൽ സൂപ്പർ ഹിറ്റാക്കിയത്. ഇനിയും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അതിലെ മലയാളത്തിലെ ലിറിക്സ്, അതിൻ്റെ
ഞാൻ എന്നെപ്പറ്റി അവകാശപ്പെടുന്നില്ല. ഇവരെല്ലാവരും വേറെയും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ ലിറിക്സിസ്റ്റ് അല്ല. ഈ പടത്തിലെ പാട്ടുകളുടെ പുതുമ, ആ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അഴകേ നീ പിനി പിരിയല്ലേ എന്നുള്ള ആ വാക്കിൽ ഓരോ വരിയും വളരെ സിമ്പിളായിരിക്കണം, പക്ഷെ കൊളുത്തുന്നതായിരിക്കണം. ഇനിയിപ്പോൾ ആര്യ അൽ ഹാപ്പി എന്നുള്ള സിനിമ ചിലപ്പോൾ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ടാവാം. അവർ ഇത്രയും വിജയം ഇവിടെ വന്നതിൻ്റെ പേരിൽ അവർ തെലുങ്ക് വേർഷൻ ചിലപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടാവാം. ബട്ട് അപ്പോഴും ഈ വരികളുടെ ഒരു ഇമ്പാക്റ്റ്, പിന്നെ പാടിയവരെ ചൂസ് ചെയ്ത രീതി, അതിൻ്റെ മാച്ചിങ് ചിലപ്പോൾ മേ ബി ബെറ്റർ ദൻ തെലുങ്ക് വേർഷനാണ് മലയാള പാട്ടുകൾ. മേ ബി അത് തെലുങ്കിൽ പാട്ട് ഹിറ്റല്ല, ഇവിടെ പാട്ടാണ് സൂപ്പർ ഹിറ്റ്. പടം ഹിറ്റാണ്, പക്ഷെ പാട്ടുകളിലൂടെയാണ് അതിൻ്റെ ഒരു പ്രതിച്ഛായ കൂടി വന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഹാപ്പിയെ പറ്റി പറയുകയാണെങ്കിലും ഹാരിയെ പറ്റി പറയുകയാണെങ്കിലും അതിൻ്റെ ഒരു പിന്നാപ്പുറത്തിൽ നടന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, ആ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം, ആ പ്രൊമോഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോർമുല വെച്ചിട്ടുള്ള ഒരു നിര തന്നെ ഞാൻ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ ഈസി ആയിട്ട് വിജയിക്കാൻ, യാർച്ചികമായിട്ട് വിജയിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഒരു ഫോർമുല വെച്ച് വിജയിപ്പിക്കണം എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി. പിന്നെ അന്നത്തെ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു, വിജയിപ്പിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വിജയിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം 2 സിനിമ പരാജയപ്പെട്ടിരിക്കുന്നു, ഒരു സിനിമയ്ക്ക് കൈതാങ്ങ് അടുത്ത പടത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇറങ്ങിയേ പറ്റൂ. അതുപോലൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഹാപ്പി റീ ഓപ്പൺ ചെയ്യുമ്പോഴും. ഞാൻ പറഞ്ഞു ഇത് വിജയിച്ചേ പറ്റുമോ, അടുത്ത മലയാള സിനിമ തുടങ്ങാൻ പോകുന്നു, അപ്പോൾ അടുത്ത സിനിമയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ പടം വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തുണിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും ഗോഡ് ഗ്രേസ് ഹാപ്പി വിജയിച്ചു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം വന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ എത്ര സിനിമ ചെയ്തെന്ന് തന്നെ അറിയില്ല. ഹാപ്പി കഴിഞ്ഞതിന് ശേഷം ബണ്ണി ചെയ്തു. ബണ്ണി ഇതുപോലെ അതിന് വലിയ സ്ട്രെയിനൊന്നും ചെയ്തില്ല, അത് സിമ്പിളായിട്ട് മാർക്കറ്റ് ചെയ്ത് വിട്ടുകൊടുത്തപ്പോൾ തന്നെ വിജയിച്ചു. അല്ലു അർജുൻ്റെ മുമ്പത്തെ പടമാണ്, ഇതിന് മുമ്പത്തെ പടമാണ്, ഹാപ്പിക്ക് മുമ്പിലുള്ള പടമാണ്. ആര്യ കഴിഞ്ഞിട്ട് ബണ്ണിയാണ് പടം, 3ാമത്തെ പടമാണ് അല്ലുവിൻ്റെ ഹാപ്പി. അങ്ങനെ ഹാപ്പി ചെയ്ത് കഴിഞ്ഞ ഉടനെ ബണ്ണി ചെയ്തു. ബണ്ണി കഴിഞ്ഞ ഉടനെ പിന്നെ വേറെ ഏതൊരു സിനിമ ചെയ്തു. പിന്നെ ഒത്തിരി സിനിമകൾ, കൊച്ചു സിനിമകൾ, എനിക്കിഷ്ടപ്പെട്ട കഥകളും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഡേയ്സ് സൂപ്പർ ഹിറ്റാണ്. ഹാപ്പി ഡേയ്സ് കേരളത്തിലെ എത്ര കോളേജുകളുണ്ടോ, ഏതൊക്കെ കോളേജുണ്ടോ, ആർട്സ് കോളേജാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിലും മെഡിക്കൽ കോളേജാണെങ്കിലും, ഈ കോളേജുകൾക്കെല്ലാം ആർട്സ് ക്ലബ് സെക്രട്ടറിക്കും അവിടുത്തെ ചെയർമാനും പേഴ്സണലി ഈ സിനിമ ഹാപ്പി ഡേയ്സ് എന്നുള്ള സിനിമയുടെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. കേരളത്തിലെ ഓൾ കോളേജുകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും കോളേജുകളുടെ ലിസ്റ്റിൽ ഞാൻ ലെറ്റർ അയച്ചു. അത് അവരെല്ലാവരെയും സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് നടത്തി. അതിൻ്റെ വേറൊരു ഫോർമാറ്റിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും കടന്നു വരാറുണ്ട്, നല്ല മിടുക്കന്മാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളും സിനിമയിലേക്ക് ഇത് കാണുന്ന ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കീഴിലുള്ള ഒരു ചാനലിലാണ് ഇത് സംപ്രക്ഷേപണം ചെയ്യണത്. ഇത് വരുമ്പോൾ പ്രൊഡ്യൂസറാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, ഡയറക്ടറാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ടെക്നീഷ്യനാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഈ പ്രൊഡ്യൂസറാകുമ്പോഴും നിങ്ങൾ അവബോധത്തോടെ ചിന്തിക്കും. നിങ്ങളൊരു കലാകാരനായിരിക്കും, 100%. സിനിമയോടുള്ള ഭ്രാന്തമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കും സിനിമ പിടിക്കാൻ വരുന്നത്. അത് സിനിമ ഒത്തിരി വിലയിരുത്തിയിട്ടുണ്ടാവും. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരിക്കാം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷം, അതിനേക്കാൾ ഉപരി ഒരു ആത്മസംതൃപ്തിയായിരിക്കാം സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. നിങ്ങൾ വരുമ്പോൾ ഏറ്റവും നിങ്ങൾ ചിന്തിക്കേണ്ടത്, സിനിമയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, സിനിമ നമുക്കെങ്ങനെ മികച്ചതാക്കാൻ പറ്റും. ഒരു ഡയറക്ടറിനെ വിശ്വസിക്കണം, ഡയറക്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രവർത്തിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ സിനിമയുടെ ഇതിവൃത്തങ്ങളും അതിൻ്റെ മറ്റുള്ള ഘടകങ്ങളും കൂട്ടിയിണക്കാൻ ചുമ്മാ വെറുതെ കാശ് കൊണ്ട് ഷോ കാണിച്ചിട്ട് വന്ന പ്രൊഡ്യൂസർമാരൊന്നും മലയാള സിനിമയിൽ നിന്നിട്ടില്ല. മലയാള സിനിമയിൽ നിൽക്കണമെങ്കിൽ മലയാള സിനിമയുടെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
മലയാള സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. സിനിമയിലേക്ക് വരുന്ന സുഹൃത്തുക്കൾക്ക് എൻ്റെ ഉപദേശം, എനിക്ക് അത്രയ്ക്കുള്ള പ്രായമായിട്ടില്ല, എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. അവരെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ മികച്ച വലിയ ആളാകാനോ ശ്രമിക്കുന്നതല്ല ഈ വാക്കുകൾ. വളരെ വളരെ താഴ്മയോടുകൂടിയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. സിനിമയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആത്മാർത്ഥത വേണം. സിനിമ ഉത്ബോധത്തോടുകൂടി സിനിമയെ സമീപിക്കുന്ന ഒരു സിൻസിയാരിറ്റി നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ സിനിമാക്കാരനാകാൻ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. ചില വ്യക്തികൾ യാദൃച്ഛികമായിട്ട് നിന്ന് കത്തുന്നുണ്ടാവാം. ചിലപ്പോൾ അത് വിജയിച്ച് അവർ ഒത്തിരി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയേക്കാം. എല്ലാവർക്കും പറ്റണമെന്നില്ല. ചില ഘടകങ്ങൾ ചിലപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ട് വന്നേക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി സ്ഥിരമായിട്ട് നല്ല പ്രൊഡ്യൂസറായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിന് ചേരുവ എന്തൊക്കെയാണെന്ന് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ്, സിനിമയിൽ നിൽക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. ഹാപ്പി എന്നുള്ള സിനിമ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു ചരിത്രം ആകാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇങ്ങനെ ഒരു സിനിമ സ്ത്രീ ജനങ്ങൾ തിയേറ്ററിൽ പോയി ഒരു ആഘോഷമാക്കിയ ഒരു സിനിമ ഇന്നേ വരെ റിലീസായിട്ടില്ല. ഇത് വളരെ സിൻസിയറായിട്ട് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നതാണ്. കാരണം ഒരു സ്ത്രീ, നമ്മളെ പെൺകുട്ടികളെന്ന് പറയേണ്ട, ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും പാടി ആഘോഷമാക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. അത് അവർ പാടുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ പാടുന്ന സമയത്ത് സൗണ്ട് കുറച്ച് കൊടുക്കാൻ വേണ്ടി. അഴകേ എന്ന് അലറി വിളിച്ച് പാടുമ്പോൾ അവരുടെ വോയിസ് പറ്റുമെങ്കിൽ ആ ടെക്നീഷ്യനോട്, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ ടെക്നീഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വോയിസ് കുറച്ച് കൊടുക്ക്, അവരുടെ പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ആ വോയിസ് അങ്ങ് ഇതാണ്. അപ്പോൾ അത് കൂടുതലും സ്ത്രീകളുടെ ഒരു ആഘോഷവും അവയാണ്. ഈ ആഘോഷം ഹാപ്പിക്ക് എല്ലാ സ്ഥലത്തും, ഇപ്പം എക്സാമ്പിൾ യൂറോപ്പിൽ നിന്ന് വിളിയുണ്ട്, ദുബായിൽ നിന്നും മറ്റുള്ള കൺട്രീസിലുണ്ട്, ഓസ്ട്രിയ ന്യൂസിലാൻഡിൽ നിന്നുണ്ട്, മറ്റേ ഡൽഹിയിൽ നിന്നുണ്ട്, മെഡ്രാസിലുണ്ട്. റിലീസെല്ലാം 24-ാം തീയതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ ആഘോഷത്തിൻ്റെ ഒരു ഉൾഭാഗം എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലൂടെയും ഈ ആഘോഷത്തിലൂടെയും വന്ന ഒരു പ്രചോദനമാണ്. അപ്പം അതിലെ സോങ്സുകൾ നല്ലതാണ്. ആ സിനിമ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന യൂത്തും ഫാമിലിയും. ഞാൻ ഈ ഹാപ്പി റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 188 ദിവസം കാലിക്കറ്റ് കൈരളിയിൽ ഓടിയൊരു സിനിമയാണ് ഹാപ്പി. ഈ ഒരു 100 ദിവസം 50 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഹാപ്പി കാലിക്കറ്റ് ഓഫീസിൽ പോകുമ്പോൾ, എനിക്ക് കാലിക്കറ്റ് ഓഫീസുള്ളപ്പോൾ മാസം തോറും ഒരു പ്രാവശ്യമെങ്കിലും പോകും. അപ്പോൾ ഞാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയണ മറ്റൊരു ഈ ലോറി പോലെ, ഒരു ബസ് പോലെയുള്ള മിനി ബസ്സുകളുണ്ടല്ലോ, ആ ബസ്സിലൊരു കുടുംബം മൊത്തം വന്നിറങ്ങി ഈ സിനിമ കണ്ട് വിളിച്ച് കൊച്ചുണ്ടാക്കി സംസാരിച്ച് ഇത് ആഘോഷമാക്കി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുകളിൽ അതിൻ്റെ ഒരു പ്രതീതി ഇത്രയും മനോഹരമായിട്ട്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അത്രയ്ക്ക് ഒരു ഇമോഷണലി ഈ പടം എനിക്കൊരു പ്രചോദനമായി, ഈ ഹാപ്പി എന്നുള്ള പ്രചോദനമായി. അത് കേരള ജനത്തിനും കേരളത്തിലെ യുവാക്കൾക്കും, എസ്പെഷ്യലി 2K ജെൻസി, അവർക്കെല്ലാവർക്കും ഇത് പ്രചോദനമായിട്ടുണ്ട്. അവരാരും തിയേറ്ററിൽ കണ്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കാണണം. ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ മദ്യമടിക്കേണ്ട, മയക്കുമരുന്ന് അടിക്കേണ്ട, 2.5 hours നിങ്ങൾക്ക് ഫുൾ പാക്കേജ് എൻ്റർടൈൻമെൻ്റ് ആണ് ആ പടം. കുസൃതി, നല്ല സോങ്സ്, നല്ല വിഷ്വൽ ഇമ്പാക്റ്റ്, നന്നായിട്ട് മനോഹരമായ മറ്റുള്ള ഇംപ്രഷനായിട്ടുള്ള ആ പെണ്ണും പയ്യനുമായിട്ടുള്ള വഴക്കും, അതിനുശേഷം വരുന്ന റൊമാൻസ്, ആ സെൻറ്റിമെൻറ്റ്സ്, ഇതെല്ലാം കൂട്ടിച്ചേരുന്ന മനോഹരമായ ഫൈറ്റ് സീൻസ്, ഇതെല്ലാം കൂട്ടിച്ചേരുന്ന അതിമനോഹരമായ സിനിമയാണ്. മിസ് ചെയ്യരുത് തിയേറ്റർ എക്സ്പീരിയൻസ്. പ്ലീസ് ഗോ ആൻഡ് വാച്ച്, എൻജോയ് യുവർ സെൽഫ്.